കൈ കാണിച്ച് ഹലോ ഗായ്സ് വെൽക്കം ടു ബുദ്ധസഞ്ചാരി യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഹലോ ഗായ്സ് വെൽക്കം ടു ബുദ്ധസഞ്ചാരി യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് രാഹുൽ, ഇയാള് ലക്ഷ്മി. ഞങ്ങളുടെ 2 കുട്ടികളാണ്. ഇയാളെ ശിവാത്മിക, ഇയാളെ രുദ്രാംഗി. ഇയാളെ പാറക്കുട്ടി എന്ന് വിളിക്കും, ഇയാളെ ദേവു എന്ന് വിളിക്കും. നമ്മുടെ കുറേ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ അല്ലാതുള്ള വീഡിയോസ്, ഫാമിലി വീഡിയോസ് ഒക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഞാനൊരു ലൈവ് ആർട്ടിസ്റ്റും കൂടിയാണ്, പോർട്രേറ്റിസ്റ്റ് ആണ്. ചാർക്കോൾ സ്കെച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു ക്യാമ്പർ വാൻ, അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു ബെഡ്റൂം പോലെ നമ്മുടെ ഇന്ത്യ മുഴുവനായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് ഇപ്പോഴാണ് നമ്മളെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നത്. നമ്മളൊരു ട്രയൽ ട്രിപ്പ് പോലെ നമ്മൾ സ്നേഹതീരം ബീച്ചിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കുറെ നാളായിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം. ഓൾ ഇന്ത്യ മാത്രമല്ല, ഇനി അങ്ങോട്ട് ട്രിപ്പുകൾ പോകണം. അതിലൊരു ഫസ്റ്റ് തുടക്കം എന്നുള്ള രീതിക്ക് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം. അത് നമുക്ക് ഈ ഒരു വണ്ടി തന്നെ നമ്മുടെ ഒരു വീട് പോലെ സെറ്റ് ചെയ്തിട്ട് അതിലൊരു എക്സ്പീരിയൻസ് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നൊന്ന് ഇറങ്ങിയതാണ്. ഇപ്പം ഇവിടെ തൃപ്രയാറ് സ്നേഹതീരം ബീച്ചിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ട് പോകാനാണ് പ്ലാന്. പിന്നെ നമ്മളിത് ഒരു ചെറിയൊരു വെറൈറ്റി, ഇപ്പൊ ഒരുപാട് പേര് വാൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഞാനൊരു ലൈവ് ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ട് പോർട്രേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോസിലൂടെ കണ്ടു കാണും. അപ്പോൾ ഒരു 1000 പിക്കിന്റെ ഒരു ചലഞ്ച് പോലെ 1000 പടങ്ങൾ വരച്ചിട്ട് അത് ആ പൈസയും കൊണ്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ഇരുന്നുകൊണ്ട്, ഇപ്പോൾ ബീച്ച് അങ്ങനത്തെ അവിടെയൊക്കെ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരു പീസ് അപ്പം തന്നെ 10 മിനിറ്റിൽ വരച്ചു കൊടുക്കും. 200 പീസാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുക, വന്ന് ഇരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്സ് വരച്ചു തരും. അപ്പോൾ അതിൻ്റെ പൈസ വെച്ചിട്ടാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഇനി അതിൽ നിന്നൊക്കെ ഇപ്പം നമ്മുടെ യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടുകയാണെങ്കിൽ അത് ഒരു 5 പേരെയൊക്കെ സഹായിക്കാനും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് അത് നിങ്ങൾ കമന്റിലൂടെ പറഞ്ഞ് ഇന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും കൂടി ഡീറ്റെയിൽ അന്വേഷിച്ചിട്ട് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പോയി അന്വേഷിക്കും. എന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. എല്ലാത്തിന്റെയും വിജയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടേ നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. എന്നും നമ്മുടെ വീഡിയോസ് ഉണ്ടാവും. ഓരോ ദിവസം ഓരോ അപ്ഡേറ്റ്സുകൾ ഇനി എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഇതുകൊണ്ട് ഹിമാലയ വരെ പോകാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ വളരെ സ്ലോ സ്റ്റേജസിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആദ്യം കേരളം മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് ഓരോ സ്റ്റേറ്റുകളും കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ 1000 പടങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന വരെ ആയിരിക്കും നമ്മുടെ ട്രാവൽ ഉണ്ടാവുക. നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും. ഫാമിലി ഒക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. ഇവരും ഒന്നും പഠിക്കാനൊന്നും ആയിട്ടില്ല, ഈ സ്റ്റേജ് ആയിട്ടില്ല. അതുകൊണ്ട് ചെറിയ കുട്ടികളാണ്. സ്കൂളിൽ പോയൊന്നും തുടങ്ങിയിട്ടില്ല. സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പോവാനും സ്കൂള് ലീവ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഈ പ്രായത്തിൽ പോയിട്ട് വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഈ ഒരു പ്രായത്തിൽ ആരും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല ഇങ്ങനത്തെ ട്രിപ്പിന്. അത് നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാം അപ്പം എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ ഒക്കെ തരുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഐഡിയാസ് പറയുക. അതുപോലെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മളൊരു ട്രയൽ ട്രിപ്പ് വന്നതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ തോന്നിയില്ല. കുറച്ച് ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷെഡ് പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സൈഡില്. കാരണം വെയില് വരുമ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. കുട്ടികളായിട്ട് പോകുമ്പോഴത്തേക്ക് അതൊരു ചെറിയ ഇഷ്യൂ ആണ്. അതെ. പിന്നെ വരുന്നത് കുറച്ച് ഒരു ആൻഡ്രോയിഡ് പ്ലെയർ ഞാൻ ആദ്യം വേണ്ട ഒഴിവാക്കാന്നാണ് വിചാരിച്ചത്, പാട്ട് കേൾക്കാൻ മാത്രമല്ലേ എന്നുള്ളത്. പക്ഷെ നമ്മൾ റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ വാൻ ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലുമൊക്കെ വാൻ എടുത്തിട്ട് കാരവാനിൽ പോകണ്ടെങ്കിൽ ആൻഡ്രോയിഡ് അത് മസ്റ്റാണ്. എനിക്കത് എന്നാൽ അത് ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടു. പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ ചേഞ്ചസ് ഒരു ട്രയൽ ട്രിപ്പിലൂടെ വേറെ വലുതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു വെയില് ചൂടിന്റെ ആ ഒരു ഇഷ്യൂ മാത്രം കുട്ടികൾക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ നമ്മളൊരു എക്സ്റ്റൻഷൻ പോലെ പുറത്തേക്ക് വണ്ടിയിൽ നിന്ന് തന്നെ ഉള്ളത് ഇറക്കി കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. വേറെ വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളൊന്നും സെന്റർ ലോക്ക് ഒരു അത്യാവശ്യമാണ് വണ്ടിക്ക്. കാരണം നമുക്ക് എല്ലായിടത്തും ലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ ഈക്കോ വാനിൽ സെന്റർ ലോക്ക് വളരെ കുറവാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമ്മളത് അന്വേഷിച്ചിട്ട് ചെയ്യിപ്പിക്കാം. നമ്മളിതിപ്പോ പറയുന്ന ചിലപ്പോ നമ്മളെ പോലെ തന്നെ ഇങ്ങനെ ആഗ്രഹമുള്ള ഇതേ വണ്ടിയിലൊക്കെ പോകാനൊക്കെ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പൊ അവർക്കും കൂടി ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട്, അവരുടെയും കൂടി ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ. നമുക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളാണ് ഇതൊക്കെ.
കൂടുതലും നമ്മൾ ഈ വാൻ ലൈഫ് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന്റെ ഒരു നല്ല വശങ്ങൾ മാത്രമാണ് പൊതുവെ കാണിക്കാറുള്ളൂ. നമ്മൾ അങ്ങനെയല്ല ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലൈവ് അപ്ഡേറ്റ്സ് ആയിരിക്കും. തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട് ഇങ്ങനെ ഒരു ഇതിൽ റിസ്കിനെ നമ്മൾ കുറിച്ചും പോകുന്നത്. കാര്യമായിട്ട് പറഞ്ഞിട്ടേ നമ്മൾ പോകുള്ളൂ, അല്ലാതെ എപ്പോഴും ബ്യൂട്ടിഫുൾ വീഡിയോസ് മാത്രം ഇട്ടിട്ട് കാര്യം. കാരണം ഇത് കാണുന്നവർക്ക് അവർക്കൊരു പ്രചോദനം മാത്രമല്ല, പക്ഷെ അതിന്റെ റിസ്ക്കും കൂടി അറിഞ്ഞാൽ മാത്രമാണ് അവരിതിങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോയിൽ അതുണ്ടാവും. പിന്നെ ഈ ലൈവ് സ്കെച്ചിങ് ഒരു ചേഞ്ച് വരുന്ന ലൈവ് സ്കെച്ചിങ് എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് അവരെ പടങ്ങളുമായിട്ട് കിട്ടും, ഒരു സന്തോഷം ഫീൽ വരും. ഇപ്പൊ ഈ അടുത്ത് നമ്മളൊരു എക്സിബിഷനിൽ ഏകദേശം 150 പടങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ആശയം വന്നത്, എന്തുകൊണ്ട് നമ്മുടെ വാൻ ലൈഫിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൂടാ, ഒരു 1000 പിക്കിന്റെ ക്യാമ്പയിൻ പോലെ. അപ്പൊ 1000 പിക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ, അതിന് അത്രയും സമയം എടുക്കും. 10 മിനിറ്റ് 15 മിനിറ്റ് പറഞ്ഞാലും 1000 മിനിറ്റ് 10-15 മിനിറ്റ് അത്രയും നമ്മൾ കഷ്ടപ്പാടുണ്ട് അതിനകത്ത്. ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ ഫ്രീഡത്തോടെ ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ കിട്ടുന്ന പൈസ വെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇല്ല ഇനി കിട്ടിയില്ലെങ്കിൽ നമ്മളത് ചെയ്യും അല്ലേ, അതിന്റെ കുറെ നാളത്തെ ആഗ്രഹമായതുകൊണ്ട് എന്തായാലും മുന്നോട്ട് പോകും. ഓക്കെ. അപ്പൊ നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യാം. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അടിച്ചാൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റിന് കിട്ടുള്ളൂ. നിങ്ങളുടെ സഹായം വേണം. എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ട് കരുതുക. ഓക്കെ, താങ്ക് യു, ലവ് യു ഓൾ. ബൈ.